എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത്? ഓരോ ഹെയർ ഫോളിക്കിൾസിന് താഴെയും ചെറിയ ബ്ലഡ് വെസൽസിൽ കൂടെ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത്. ഈ ഒരു പ്രൊസീജിയറിനെ ഈ പ്രോസസ്സിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം കാണുന്ന ഈ ഒരു മുടിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത ഒരു മാജിക്കൽ ഹെയർ പാക്ക്. കെമിക്കൽസ് ഒന്നും ഞാൻ എൻ്റെ മുടിയിൽ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു അവസ്ഥയിലോട്ട് എൻ്റെ മുടി മാറും. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മുടിയെ സ്നേഹിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏതായാലും നമ്മൾ ഹെയർ ഗ്രോത്ത് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവല്ലേ. അപ്പോ ഞാൻ എന്റെ ഈ ഹെയർ ഗ്രോത്ത് ജേണിയില് ഞാൻ കേട്ടറിഞ്ഞ വായിച്ചറിഞ്ഞ മുടിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ. സോ ആദ്യമേ ഹൗ ഡസ് ഹെയർ ഗ്രോ, എങ്ങനെയാണ് ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത് എന്ന് നോക്കാം. അതായത് സ്കിന്നിന് താഴെയുള്ള ഹെയർ ഫോളിക്കിൾസിൽ നിന്നാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ഹെയർ ഫോളിക്കിൾസിന് താഴെയും ഹെയർ ബൾബ് എന്ന് വിളിക്കുന്ന ഒരു പാർട്ടുണ്ട്. പ്രോട്ടീൻ കൊണ്ടാണ് ഈ ഹെയർ ബൾബ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഹെയർ ബൾബിൽ ആക്റ്റീവ് ഹെയർ ഗ്രോയിങ് സെൽസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിന് താഴെയുള്ള ചെറിയ ബ്ലഡ് വെസൽസിൽ കൂടെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസും കിട്ടുന്നത് വഴിയാണ് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് സംഭവിക്കുന്നത്. ഏതെങ്കിലും കാരണം കൊണ്ട് ഈ ഒരു പ്രോസസ്സിന് തടസ്സം വരുമ്പോഴാണ് നമുക്ക് ഹെയറിന് ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ച് വഴി ഈ ഒരു പ്രൊസീജിയറിനെ ഈ പ്രോസസ്സിനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, എങ്ങനെ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിനെ 3 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഓയിലുണ്ട്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ അതിലൂടെ നോക്കുന്നു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മുടെ മുടി വളരുന്ന സ്കാൽപ്പ് ക്ലീൻ ആക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ ഹെയറിനെ ട്രാൻസ്ഫോം ചെയ്യാവുന്ന ഒരു ഹെയർ പാക്ക് ഉണ്ട്. അതായത് എൻ്റെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ നമുക്ക് ഈ ഒരു അവസ്ഥയിലുണ്ടായിരുന്ന എൻ്റെ മുടിയെ ഇപ്പോൾ നിങ്ങൾ ലൈവായിട്ട് കാണുന്ന ഈ ഒരു മുടിയിലോട്ട് ട്രാൻസ്ഫോം ചെയ്ത ഒരു മാജിക്കൽ ഹെയർ പാക്ക്. അപ്പോൾ ആ ഒരു മാജിക്കൽ ഹെയർ പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ 3 പാർട്ടാണ് നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലുള്ളത്. ഈ ഒരു 3 വീഡിയോയും നിങ്ങൾ ഫുള്ളായി കാണുക, അതിൽ പറയുന്നത് പോലെ ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിലുള്ള ഹെയർ ഗ്രോത്ത് നിങ്ങൾക്കും സാധ്യമാണ്. എൻ്റെ ഈ ഹെയർ ഗ്രോത്ത് ജേണിയിൽ ഞാൻ കെമിക്കൽസ് ഒന്നും ഞാൻ എൻ്റെ മുടിയിൽ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് പേടിയുടെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ആദ്യത്തെ പാർട്ടായ ഓയിൽ പ്രിപ്പറേഷൻ, ഹൗ ടു അപ്ലൈ ദാറ്റ് ഓയിൽ എന്നുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു വീഡിയോയിലോട്ട് എത്തിച്ചേരാനുള്ള സാഹചര്യം എന്നുകൂടി പറയാം. അതായത് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് മുടികൾ വളർത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ചെറുപ്പം മുതൽ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സിറ്റുവേഷനൊക്കെ ഒത്ത് വന്ന് മുടി വളർത്തി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിലോട്ട് എൻ്റെ മുടി മാറി. അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര വിഷമമായിരുന്നു. വെച്ചാൽ ഏകദേശം കഷണ്ടി എന്നുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ അയ്യോ മുടി പോയി ഇനി വളരില്ല എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല. ഞാൻ കുറേ ഒക്കെ കേട്ട്, കുറേ വീഡിയോ കണ്ട്, കുറേയൊക്കെ വായിച്ച്, കുറേ ഹെയർ പാക്കൊക്കെ പരീക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് എൻ്റെ ഹെയറിനെ എനിക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റി. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ കണ്ട് ചോദിച്ച് എന്നെ പരിചയമുള്ളവരൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അത് ട്രൈ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് യൂസ്ഫുൾ ആണെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നറിയാത്ത കുറേ പേർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടായ സാഹചര്യം. അപ്പോൾ കൂടുതൽ ഞാൻ എൻ്റെ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാർട്ടായ ഹെയർ ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് വേണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു ഓയിൽ അത്യാവശ്യമാണ്. പക്ഷെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിന് ഓൾട്ടർനേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതും അത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ഹെയർ ഗ്രോത്ത് ചലഞ്ച്. അപ്പോൾ നമുക്ക് ആദ്യത്തെയും രണ്ടാമത്തെയും ഇൻഗ്രീഡിയൻസ് തേടി നമുക്ക് യാത്ര ആരംഭിക്കാം. കമോൺ.
ഹെയർ ഓയിലിന് ആവശ്യമായിട്ടുള്ള അലോവേരയും കറി ലീവ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അലോവേര ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കാനുണ്ട്. ഇവിടെ പ്രിപ്പയർ ചെയ്യണത് 1 ലിറ്റർ എണ്ണയ്ക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. 1 ലിറ്ററിന് ഞാൻ എടുത്തേക്കുന്നത് 2 വലിയ അലോവേരയുടെ പീസസ് ആണ്. അത് 2 സൈഡും കട്ട് ചെയ്തിട്ട് എത്രത്തോളം ചെറുതാക്കി മുറിക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കി മുറിക്കുക. അപ്പോൾ നമുക്ക് ഓയിൽ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഈസി ആയിരിക്കും. കണ്ടോ, മാക്സിമം എത്രത്തോളം തിന്നാക്കി മുറിക്കാൻ പറ്റുന്നോ അത്രത്തോളം തിന്നാക്കിയിട്ട് മുറിക്കുക. അങ്ങനെ ഓയിൽ പ്രിപ്പറേഷന് ആവശ്യമായിട്ടുള്ള അലോവേര നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ ഓയിൽ പ്രിപ്പറേഷന് വേണ്ടിയുള്ള അടുത്ത മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വേപ്പില. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കറി ലീവ്സ് നമ്മൾ ഓൾറെഡി പറിച്ചെടുത്തിട്ടുണ്ട്. 1 ലിറ്റർ ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ നമ്മുടെ 3 കൈ നിറയെ എത്ര വേപ്പില കിട്ടുന്നോ അത്രയുമാണ് 1 ലിറ്റർ ഓയിൽ പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ആവശ്യമുള്ളത് നമ്മൾ ആ ഒരു തണ്ടിൽ നിന്ന് അടർത്തിയെടുത്തു. അപ്പോൾ നമ്മുടെ ഓയിൽ പ്രിപ്പറേഷനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യമേ നമ്മൾ ബർണർ കത്തിച്ചു, ചട്ടി വെച്ചു. ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ, അതായത് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ചട്ടി ചൂടായി. നമുക്ക് ഇനി കടയിൽ നിന്ന് മേടിച്ച 1 ലിറ്റർ ഓയിൽ പാക്കറ്റ് ആണിത്. അത് നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എണ്ണ തിളക്കാറായിട്ടുണ്ട്. എണ്ണ തിളച്ചിട്ടുണ്ട്, നമുക്ക് അലോവേര ഇടാം. നിങ്ങൾ അലോവേര വെളിച്ചെണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്കും സൂക്ഷിക്കണം, വെള്ളമാണല്ലോ, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ആയിട്ട് നമുക്ക് അടപ്പി വെച്ചിട്ട് വേപ്പില ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലോവേരയുടെയും വേപ്പിലയുടെയൊക്കെ കളറൊക്കെ പതുക്കെ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ഇളക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റും, ചെറുതായിട്ടൊരു ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു ഫീലിംഗ് തോന്നും. ആ അലോവേരയും വേപ്പിലയൊക്കെ തൊടുമ്പോഴത്തേക്ക് ഒരു മൊരിഞ്ഞ സൗണ്ടൊക്കെ കേൾക്കും. ഓക്കെ, ഇപ്പം മുരിങ്ങി പാകം ഇട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കോരി വേറെ പാത്രത്തിലേക്കാണ്. നമ്മുടെ ഓയിൽ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് കണ്ടോ ഒരു മുരിഞ്ഞ സൗണ്ട് കേൾക്കണുണ്ടോ. അപ്പൊ ഈ വേപ്പിലയില് നമ്മള് അതിനകത്ത് ഇട്ട അലോവേരയുടെ സത്തൊക്കെ ശരിക്കും മൂടി ആ ഓയിലോട്ട് ചെന്നിട്ടുണ്ട്. ആ ഓയിൽ വെച്ചിട്ടാണ് ഇനി നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ഇനി ആദ്യം ഈ ഓയിൽ എടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലോട്ടാക്കാം. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ആ വലിയ കുപ്പിയിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയിലോട്ട് ആവശ്യമുള്ളത് മാറ്റി ഒഴിക്കണതാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി അതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ നമ്മുടെ മുടിയിൽ എന്തെങ്കിലും കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും ചീക്കി മുടി സെറ്റാക്കുക. അപ്പോൾ
അപ്പോൾ നമ്മൾ മുടി ചീകി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പാർട്ടീഷൻ എടുത്തിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ പാർട്ടീഷൻ എടുത്ത് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടോട്ടൽ സ്കാൽപ്പിൽ എല്ലായിടത്തും ഈക്വലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഹെയർ ഓയിൽ നമുക്ക് സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടീഷൻ എടുത്തു, അതിൽ ഓയിൽ അപ്ലൈ ചെയ്തു. എങ്ങനെയാണ് മസാജ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ റൗണ്ട് സർക്കുലർ മോഷനിൽ നമ്മൾ ഫിംഗർ ടിപ്സ് വെച്ചിട്ട് മസാജ് ചെയ്യുക. നെയിൽസ് വെച്ച് കുത്തി പിടിച്ചൊന്നും ആരും ചെയ്യരുത്. എന്ന് വെച്ചാൽ സ്കാൽപ്പിൽ മുറിവുണ്ടാവാനും അതുപോലെ തന്നെ അവിടുത്തെ മുടിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സ്മൂത്തായിട്ട് ഫിംഗർ ടിപ്സ് വെച്ചിട്ട് സർക്കുലർ മോഷനിൽ നിങ്ങൾ സ്കാൽപ്പിൽ മൊത്തമായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. ഈ ഒരു ഹെയർ ഓയിൽ മസാജിങ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം എടുക്കുക, തിളച്ച വെള്ളമല്ല, ആവശ്യത്തിന് ചൂടുവെള്ളം എടുക്കുക, അതിനകത്തോട്ടൊരു പാത്രം വെക്കുക, അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്ലൈ ചെയ്യേണ്ട ഓയിൽ ഒഴിക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് കുറച്ച് ഒന്ന് വാമാവല്ലോ, അങ്ങനെ വാമായിട്ടുള്ള ഓയിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ചൂടായിട്ടുള്ള എണ്ണ നമ്മുടെ പെനിട്രേറ്റ് ചെയ്യാൻ, സ്കാൽപ്പ് ഒന്ന് പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ഒരു ഹെയർ ഓയിൽ മസാജിങ് കാണാൻ സിമ്പിളാണെങ്കിലും ഇതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഹെയർ ഓയിൽ മസാജിങ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയർ റൂട്ടിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പോഷണം നല്ല രീതിയിൽ എത്തിക്കുകയും അതുപോലെ നമ്മുടെ ഹെയറൊക്കെ എപ്പോഴും ഡ്രൈ ആയിട്ട് ഉള്ള ഹെയറൊക്കെ പ്രത്യേകിച്ച് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്യുന്നത് വഴി അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതിലൂടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനും ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അടുത്തതായിട്ട് മിക്കവരും അനുഭവിക്കുന്ന ഹെയറിൻ്റെ മെയിൻ ഇഷ്യൂ ആണ് ഹെയർ ബ്രേക്കേജ്, മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഹെയർ ഓയിൽ മസാജ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയർ ഷാഫ്റ്റിനെ ഇത് സ്ട്രെങ്തൻ ചെയ്യുകയും അങ്ങനെ മുടി പൊട്ടലിൽ നിന്ന് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായിട്ടുള്ളൊരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഫോർ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കാണ്. എൻ്റെയൊക്കെ ഡ്രൈ സ്കാൽപ്പാണ്, അപ്പോൾ ഡാൻഡ്രഫ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി ഡാൻഡ്രഫൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറ്റാൻ സാധിക്കും. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടീനെ കൂടുതൽ ഷൈനാക്കി വെക്കാനും അതുപോലെ തന്നെ പാറി നടക്കുന്ന മുടിയൊക്കെ ആണെങ്കിൽ ഒന്ന് ഒതുക്കി വെക്കാനൊക്കെ ഇത് കൂടുതൽ ഹെൽപ്ഫുള്ളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹോസ്റ്റലേഴ്സിന് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഹെയർ ഓയിൽ, പാരച്യൂട്ട് ഓയിൽ മേടിക്കുക, ചെറിയൊരു അലോവേര പീസ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അതൊന്ന് സത്തൊക്കെ എടുത്ത് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് തലയിൽ ഇതുപോലെ പുരട്ടുക. ഇൻ കേസ് അലോവേര കിട്ടിയില്ലെങ്കിൽ അലോവേര ജെല്ല് നമുക്ക് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. അത് കുറച്ചെടുത്തിട്ട് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് തലയിൽ ഇതുപോലെ പുരട്ടാവുന്നതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ എവിടെയെങ്കിലും മുടി കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുന്നതായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഏരിയയിൽ തിന്നിങ് ആയിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ അവിടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒരു ഹെയർ ഓയിൽ മസാജ് കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത നമ്മുടെ ഹെയർ ഓയിൽ നമ്മൾ സ്കാൽപ്പിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാമ്പു ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. ഇൻ കേസ് ഈ ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റീവ് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അത് ആരും മിസ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.